അവൾ ആരും ഡിപ്പെൻഡ് ചെയ്തിട്ടല്ല ജീവിക്കുന്നത്. ഇവന്മാർ രണ്ടും കൂടി കൂടിക്കഴിഞ്ഞാൽ പിന്നെ പറയേ വേണ്ട, ഭയങ്കര അവസ്ഥയായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞു വന്നപ്പോഴത്തേക്കും ആദ്യമായിട്ട് ഒരു പ്രൊജക്റ്റിൽ ഹീറോയിനായിട്ട് ചെയ്യുന്നു, അത് നമ്മുടെ സ്വന്തം ഏഷ്യനെറ്റിൽ. ഭയങ്കര അവസ്ഥയായിരുന്നു. നമ്മളെ എങ്ങനെ അഭിനയിക്കുന്നു എന്നറിയാൻ വേണ്ടി ചാനലിൽ നിന്ന് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു, പ്രൊഡ്യൂസർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ടെൻഷൻ ഉണ്ടായിരുന്നു. എന്നെ ഏറ്റവും കൂടുതൽ ചിരിപ്പിക്കുന്നത് ഒന്ന് ആദർശേട്ടൻ, ഒന്ന് അബി. ഇവന്മാർ രണ്ടും കൂടി കൂടിക്കഴിഞ്ഞാൽ പിന്നെ പറയേ വേണ്ട. നമ്മളെന്തെങ്കിലും കാര്യത്തിന് ഇങ്ങനെ ദേഷ്യം പിടിച്ചിരിക്കുകയാണെങ്കിൽ പോലും രണ്ടും കൂടി എന്തെങ്കിലും ചളി പറഞ്ഞ് ചിരിപ്പിക്കും. ആദിശാൻ്റെ ഭാര്യയ്ക്ക് വേണ്ട സ്ഥാനം എനിക്കില്ലെന്നോ അങ്ങനെ എന്തോ ആണ് ഞാൻ പറയേണ്ട ഡയലോഗ്. പക്ഷെ ഞാൻ പറഞ്ഞു വന്നപ്പോഴത്തേക്കും ആദിശാൻ്റെ ഭാര്യയ്ക്ക് വേണ്ട സാധനം എൻ്റെ അന്ന് അവിടെ നമ്മൾ ചിരിച്ചിരിച്ച് മണ്ണ് തപ്പി. ഈ കഴിഞ്ഞ വിഷുവിന് 2 കുട്ടികൾ വന്നിരിക്കുകയാണ്. എന്തിനാ അറിയോ? എനിക്ക് വിഷു കൈനീട്ടം തരാനായിട്ട് ഒരു 100 രൂപയും കൈ പിടിച്ചിട്ട് വരികയാണ്. അപ്പോൾ എനിക്കത് ഭയങ്കര സന്തോഷം തോന്നി. എനിക്ക് നയന എന്ന് പറഞ്ഞ ക്യാരക്ടറിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൾ ആരും ഡിപ്പെൻഡ് ചെയ്തിട്ടല്ല ജീവിക്കുന്നത്. കല്യാണത്തിന് മുന്നേ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവൾ സാധാരണക്കാരനായ ഒരു വയ്യാത്തൊരച്ഛൻ്റെ മോളാണ്. ആഫ്റ്റർ മാരേജ് ആണെന്നുണ്ടെങ്കിൽ അവൾ അത്രയും വലിയൊരു മൾട്ടി മില്യണറിൻ്റെ ഭാര്യയായിട്ടാണ് ഉള്ളത്. എങ്കിൽ പോലും അവൾ എപ്പോഴും വർക്കിംഗ് ആണ്. അവളിപ്പോൾ പ്രഗ്നൻ്റ് ആണ് കഥാപരമായിട്ട്, എങ്കിൽ പോലും അവൾ വർക്കിംഗ് ആണ്. അതൊരു ഇൻസ്പിറേഷൻ തന്നെയാണ്. ദൈവഭാഗ്യത്താൽ എനിക്ക് നല്ലൊരു ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്യാനായിട്ട് സാധിച്ചു. ഞങ്ങൾ എല്ലാവരുടെയും എഫേർട്ട് കാരണം, അതുപോലെ തന്നെ നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ട് കാരണമാണ് ഇതിപ്പോൾ 1000 എപ്പിസോഡ്സ് ആയി നിൽക്കുന്നതും. ഇനി അങ്ങോട്ടും ഇതേ സപ്പോർട്ട് നമ്മൾക്ക് ഉണ്ടാവണം. ഇനി എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ അതും നമ്മളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ നമ്മളതൊക്കെ ആക്സെപ്റ്റ് ചെയ്യുന്നതായിരിക്കും.